ഇപ്പോൾ 2018-19 കാലത്ത് കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പപ്പാളി ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയല്ലോ ഇവിടുന്ന് സ്വർണ്ണം. എവിടെയാണ് സ്വർണ്ണം എന്നുള്ളത് കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. ആരാണ് കൊണ്ടുപോയതെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അടപടലം ആ ദേവസ്വം ബോർഡ് അകത്ത് കിടക്കുകയാണല്ലോ. ഈ പറയുന്ന പത്മകുമാർ തൊട്ട് എല്ലാവരും അകത്ത് കിടക്കുകയാണല്ലോ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വസ്തുതകളായി കാണാം. അന്ന് കെ രാഘവൻ എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നല്ലോ CPM-ന്റെ. അദ്ദേഹത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കള്ള മുതൽ കട്ടു, വഞ്ചകർ, വിശ്വാസവഞ്ചകർ എന്ന് പറഞ്ഞു പോയാൽ ക്ലിയർ ആവോ? അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? ഒരു സ്പെസിഫിക് ആൻസർ വേണ്ടേ ജെക്സി തോമസ്? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. കള്ളത്തരം നടന്നിരിക്കുന്നു, അത് പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ചോദിക്കുകയാണ്, ഞങ്ങൾ കള്ളത്തരം ചെയ്താലും CPM-ന്റെ ഒരു ബോർഡംഗം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം എന്തുകൊണ്ട് മിണ്ടിയില്ല? ഞാൻ ആ മറുപടിയിലേക്കാണ് വന്നത്. അങ്ങ് തുടരെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ബഹുമാനിയായ കെ രാഘവന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്തമായ ഒരു ഭാഗം, ഇതിന് തൊട്ടു മുമ്പ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചേർന്ന ബോർഡ് യോഗം അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് ആ ബോർഡ് യോഗം ചേർന്ന് ഇത്ര തന്ത്രപ്രധാനമായ, ഇത്ര നിർണായകമായ ഒരു തീരുമാനമെടുത്തത്. എന്തോ എങ്ങനെ 2012 ഉത്തരവിനെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത അജയ് തറയിലും ഈ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന പേരിൽ ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ഈ കെ രാഘവനും തമ്മിൽ എന്ത് വ്യത്യാസം ജെക്സി തോമസ്? ഈശ്വര ഇനി എന്ത് ചെയ്യും? ഇദ്ദേഹം ഏതെങ്കിലും യോഗത്തിൽ പങ്കെടുത്തോ? ഈ യോഗത്തിൽ പങ്കെടുത്തിട്ട് ഈ വാജിവാഹനം, അഷ്ടദിക്പാലകരുടെ വിഗ്രഹം, അതേപോലെ തന്നെ പറകൾ, അതേപോലെ തന്നെ കൊടിമരത്തിന്റെ ചുവടിൽ ചിതലരിച്ചിരിക്കുന്നു, ഇത് എത്രയും വേഗം മാറ്റി 3 കോടി രൂപയ്ക്ക് തേക്ക് വെട്ടി ഉടനടി തന്നെ മറ്റൊരു കൊടിമരം ഉണ്ടാക്കണം, ആ ഉത്തരവിലൊക്കെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ? അദ്ദേഹം പങ്കെടുത്തതായിട്ടുള്ള മിനിറ്റ്സ് അങ്ങയുടെ സമക്ഷമുണ്ടോ? അങ്ങ് എവിടെ നിന്നാണ് ആ ചോദ്യം ചോദിച്ചത്? എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ചോദ്യം ചോദിച്ചത്? കാര്യമല്ല ചോദിച്ചത്. 2012 ഉത്തരവ് ലംഘിച്ച് വാജിവാഹനം അദ്ദേഹം കൂടി ഇരിക്കുന്ന കാലത്താണല്ലോ, അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ചാണല്ലോ ഈ തന്ത്രിക്ക് അങ്ങ് എടുത്തു കൊടുക്കുന്നത്. അതാണല്ലോ അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഉത്തരവ് ലംഘിക്കപ്പെടുന്നു എന്ന് കെ രാഘവൻ അറിയില്ലേ? അജയ് തറയിൽ അറിയില്ല എന്ന് വെക്കാം. അജയ് തറയിൽ പിന്നെ ഇതിനകത്ത് അറിവില്ലാത്ത ആളാണെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചു. കെ രാഘവൻ അറിയാമായിരുന്നോ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.